ഈ ഇടയ്ക്ക് ഞാനൊരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ തലയിൽ കയറി നിരങ്ങുന്നവനെ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് എന്നാണ് അവനത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മിക്കവർക്കുള്ള പ്രശ്നമാണ്. നമ്മുടെ കൂടെയുള്ളവർ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെന്തെങ്കിലും തരതല പറഞ്ഞിട്ട് അവർ കളിയാക്കും, ചിലപ്പോൾ തലയിൽ കയറിയിട്ട് പലതും പറയും. ഇപ്പോൾ നമ്മുടെ സബോർഡിനേറ്റ്സൊക്കെ നമ്മളെ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്, ബിസിനസ് പാർട്ട്നേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ സബോർഡിനേറ്റ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അറിയുന്നവരായിരിക്കും, ബന്ധുക്കളായിരിക്കാം. അതുകൊണ്ട് നമുക്കൊന്നും തിരിച്ച് പറയാൻ സാധിക്കാറില്ല. അങ്ങനെ ഒരാൾ നമ്മുടെ തലയിൽ കയറി നിരങ്ങിയാൽ നമ്മുടെ പവർ അവിടെ ഇല്ലാണ്ടാവുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തലയിൽ കയറി നിരങ്ങുമ്പോൾ അവൻ അപ്പം തന്നെ ചവിട്ടി താഴ്ത്ത് തന്നെ വേണം എന്ന് വെച്ചിട്ട് അവനെ പിടിച്ച് തല്ലണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. പക്ഷെ എന്നാലും നമുക്ക് വാക്കിലൂടെ നമുക്ക് അവിടെ താഴ്ത്തി ഇടാൻ പറ്റും. അവിടെ ഇങ്ങനത്തെ ആൾക്കാർ ആക്ച്വലി നിങ്ങളുടെ അധികാരത്തെ അപമാനിക്കുക തന്നെ ചെയ്യണത്. ഒരാളെ അപമാനിച്ചാൽ ഒന്നുമില്ലെങ്കിൽ ആദ്യം ഒന്ന് ഒഴിഞ്ഞു മാറാം. പക്ഷെ എത്ര ഒഴിഞ്ഞു മാറിയാലും ചിലവർ ഇങ്ങനെ തലയിൽ കയറി നിരങ്ങും. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ ഇടയിൽ കയറിയിട്ട് തലയിൽ കയറി നിരങ്ങുന്ന ഒരാളുടെ നമ്മൾ സാധാരണ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് ചൂടായിട്ട് പറയണതിന് പകരം ജസ്റ്റ് മതി എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ നിർത്തണം. ഈ സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്തിനും ദേഷ്യപ്പെടുന്നത് വെച്ചാൽ അവൻ്റെ മേലെ ഒരു ഡൊമിനൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആക്ച്വലി മനുഷ്യൻ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഈ തലയിൽ കയറി നിരങ്ങാൻ വരുന്നവൻ നിങ്ങളെ വീണ്ടും പഴയത് ഓർമ്മിപ്പിച്ച് അപമാനിക്കാനേ നിൽക്കുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അപമാനിച്ചാൽ എന്താ ചെയ്യുക, പരസ്യമായിട്ട് അപമാനിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തലയിൽ കയറി നിരങ്ങുമ്പോൾ ആക്ച്വലി നിങ്ങൾ ജസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടത് കണ്ണിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ വലത് കണ്ണിലേക്ക് നോക്കുമ്പോൾ ആക്ച്വലി ഒരു ലവിൻ്റെ ഹോർമോൺസ് ആക്ച്വലി അവിടെ വർക്കൗട്ട് ആവുക ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അട്രാക്ഷൻ വരും. പക്ഷെ നിങ്ങൾ ഇടത് കണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പതർച്ചയാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ മതി പറഞ്ഞിട്ട് ഇടത് കണ്ണിൽ ചൂടായിട്ട് നോക്കുക. വേറെ റിയാക്ഷൻ ഒന്നും വേണ്ട, അവിടെ നിർത്തുക. ആ മതി എന്ന് പറയുന്നതിൽ എന്തായാലും ഒരു കമാൻഡിങ് പവർ വേണം. അല്ലാണ്ട് ജസ്റ്റ് ഒരു മതി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അത് ചൂടാവാൻ പാടില്ല. കമാൻഡിങ് പവറോടെയാണ് ആക്ച്വലി മതി എന്ന് പറയേണ്ടത്. മൗനം ആക്ച്വലി ഒരു ആയുധം തന്നെയാണ്. അത് നന്നായിട്ട് വിനിയോഗിക്കാൻ നിങ്ങൾ ആക്ച്വലി പഠിക്കണം. ഈ മതി എന്ന് പറയുമ്പോൾ ആ പറച്ചലിൽ നിങ്ങളുടെ ഒരു പേടി പാടില്ല. ഈ ചിലവർ ആദ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ കാല് ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ ആടിയും കൊണ്ടിരിക്കും. അത് ആക്ച്വലി ഒരു പേടിയെ സൂചിപ്പിക്കും. അത് മുഖത്ത് നന്നായിട്ട് റിഫ്ലക്റ്റ് ആവും. പക്ഷെ മതി എന്ന് പറയുമ്പോൾ അത് പവറിൽ തന്നെ പറയുക. ഒപ്പം തന്നെ ഒരു കാല് സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് പറയുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആക്ച്വലി റിലാക്സ് ആവണം. നിങ്ങളിപ്പോൾ ഒരു അധികാര സ്ഥാനത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്കൊരു കൂട്ടം ആൾക്കാരുണ്ട്. അയാൾ എന്തായാലും തലയിൽ കയറി നിരങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് അവനെ പറ്റിയിട്ട് ഇത് കേൾക്കാനാണോ നമ്മൾ ഇത്രയും നേരം സമയം കളഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്ന് ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുക. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ ഈ വകളിത്തരം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ സമയം പാഴാക്കുന്നത് എന്ന് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ മനുഷ്യർക്കും അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി എന്തായാലും അവർക്ക് വരികയും ചെയ്യും. ഇനി അടുത്ത തവണ നിങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ അടുത്ത് പെരുമാറുമ്പോഴും സബ് കോൺഷ്യസ്ലി അവർ ഈ കാര്യം തിരുത്താൻ നോക്കും. അപ്പോഴും നിങ്ങളുടെ തലയിൽ കയറിയിട്ട് അവർ നിരങ്ങൽ നിർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് അയാൾ തിരുത്താൻ നോക്കും. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരിക്കും. അടുത്തതൊരു സൈക്കോളജിക്കൽ ഒരു മിററിങ് എഫക്റ്റ് യൂസ് ചെയ്യുക വേണ്ടത്. എങ്ങനെയാ വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും ചെറുപ്പം മുതലേ പറയുന്നത് തന്നെയാണ്. അവരെന്തെങ്കിലും തലയിൽ കയറി നോക്കുമ്പോൾ നമ്മളതിപ്പോൾ നീ തന്നെ അത് എന്നുള്ള ഒരു ഡയലോഗ് പറയില്ലേ, അത് പറയുന്നത് നന്നായിരിക്കും. പക്ഷെ അത് അത്ര എഫക്റ്റീവായിരിക്കില്ല. പക്ഷെ അത് പകുതി പേർക്കും അത് എഫക്റ്റീവായിരിക്കും. ഈ ആദ്യത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ രണ്ടും ആദ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ പറ്റുള്ളൂ, നീ നിൻ്റെ കാര്യം കറക്റ്റായിട്ടാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ആക്ച്വലി കൊള്ളുകയും ചെയ്യും. ആ സമയത്ത് അവർ തോൽക്കാൻ എന്തായാലും ആർക്കും മനസ്സുണ്ടാവില്ല. അവർ ആക്ച്വലി തരുതൽ എന്തെങ്കിലും ചൂടായിട്ട് പറയുകയായിരിക്കും. അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ അത് പേഴ്സണലി അവർക്കത് കൊള്ളുന്നത് കൊണ്ടാണ് അവർ ആക്ച്വലി അവിടെ ചൂടാവുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വേറൊരാളുടെ മുന്നിൽ വെച്ചിട്ടാണ് മറ്റേ ആൾ നിങ്ങളുടെ തലയിൽ കയറി നിരങ്ങുന്നതെങ്കിൽ അയാൾ പറയണതിന് കേൾക്കാണ്ടിരിക്കുക, വേണച്ചാൽ ആ മുഖത്തേക്ക് നോക്കാണ്ടിരിക്കുക. നിങ്ങൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തല തിരിച്ചിട്ട് നിങ്ങൾ വേറൊരാളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അയാൾ പറയുന്നത് കേട്ടില്ല എന്ന് നടിച്ച്
നിങ്ങൾ വേറൊരു വിഷയത്തിലേക്ക് പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പോഴും അയാൾ പിന്നെ തലയിൽ കയറി നിരങ്ങാൻ വരില്ല. അയാളെ മാനസികമായിട്ട് ഇല്ലാണ്ടാക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയുധം അയാളെ അവഗണിക്കൽ തന്നെയാണ്. അടുത്തത് നിങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്, നീ അതിൽ തന്നെ പിടിച്ചും കൊണ്ട് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവഗണിക്കുന്നതും നന്നായിരിക്കും. ഇത് സാധാരണ മിക്കവരും പറയുന്നതായിരിക്കും. പക്ഷേ പലരും അവരെന്തെങ്കിലും ഹേർട്ട് ആവുമോ എന്ന് വിചാരിച്ചിട്ട് പറയാണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ ദേഷ്യം വരുമ്പോഴേ ഇതൊക്കെ പറയാറുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. നീ അതും പറഞ്ഞിട്ട് അവിടെ ഇരുന്നോ എന്ന് കൂളായിട്ട് റിലാക്സ് ആയിട്ട് പറയണം. അപ്പോഴും അവർ നിങ്ങളുടെ തലയിൽ കയറി നിരങ്ങൽ കുറച്ച് നിർത്താൻ ശ്രമിക്കും. അല്ലാണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാകുമൊന്നുമില്ല. ഇത് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നിങ്ങളെ കളിയാക്കിയിട്ടും തലയിൽ കയറി നിരങ്ങിയിട്ട് അവർക്ക് ശീലമായി. അതുകൊണ്ട് അവർ ഇനിയും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു 2 വട്ടം ആലോചിക്കും, ഞാൻ സ്വയം നാണം കെടണോ എന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുക വിചാരിച്ചോളൂ. നിങ്ങൾ പറയുന്നത് കേൾക്കാണ്ട് അവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് തലയിൽ കയറി നിരങ്ങുകയാണെങ്കിൽ നിങ്ങൾ വോയിസ് റേസ് ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാൻ ശ്രമിക്കരുത്. അവിടെ ആക്ച്വലി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ആക്ച്വലി നിങ്ങൾ അപ്പം തന്നെ എണീച്ച് പോവുകയാണ് നല്ലത്. ഒന്നും മിണ്ടേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ എണീച്ച് മിണ്ടാണ്ട് പോവുക. ഇത് ഞാൻ പറഞ്ഞ ആക്ച്വലി കുറച്ച് ബേസ് കാര്യങ്ങൾ മാത്രമാണ്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ അത് കുറച്ച് ഇല്ലീഗലായിട്ട് പോകുന്നത് കൊണ്ട് മാത്രം ഞാനത് ആക്ച്വലി പറയുന്നില്ല. അത് ആക്ച്വലി ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ആർക്കെങ്കിലും അത് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം, ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും.